സോ ഇൻഡസ് വാലി സിവിലൈസേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഒരു ഫീച്ചറായിട്ട് സാധാരണ കേസിൽ പറയുന്ന ഒന്നാണ് ബറിയൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം നോക്കുക, നോർമൽ കേസിൽ ഇപ്പോൾ ബറിയൽ മെത്തേഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് IBCയിലൊന്നും അല്ല, അതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നിയോളിത്തിക് കാലഘട്ടങ്ങളിലും ചാൽക്കോളിത്തിക് കാലഘട്ടങ്ങളിലെല്ലാം ഫോളോ ചെയ്ത ഒന്നാണ് ബറിയൽ മെത്തേഡ്സ്. ഒരാൾ മരിക്കുമ്പോൾ അയാളെ എന്ത് ചെയ്യണം? ബറി ചെയ്യണം. അപ്പോൾ IBCയിലും ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലായിരുന്നു ബറിയൽസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബറിയൽ മെത്തേഡ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഫ് ദിസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഒന്ന്, മെയിൻലി 3 ടൈപ്സ് ഉണ്ട്: കംപ്ലീറ്റ് ബറിയൽ, ഫ്രാക്ഷണൽ ബറിയൽ, പോസ്റ്റ് ക്രിമേഷൻ ബറിയൽ. 3 ടൈപ്പ് ഓഫ് ബറിയൽ മെത്തേഡ്സ് ഉണ്ട്: കംപ്ലീറ്റ് ബറിയൽ, ഫ്രാക്ഷണൽ ബറിയൽ, അതുപോലെ തന്നെ പോസ്റ്റ് ക്രിമേഷൻ ബറിയൽ. കംപ്ലീറ്റ് ബറിയൽ എന്താന്ന് വെച്ചാൽ ഒരാൾ മരിക്കുമ്പോൾ അയാൾ അതുപോലെ എന്ത് ചെയ്യും? മണ്ണിൽ കുഴിച്ചിടും. ചിലപ്പോൾ ഒരു കോഫിനിലായിരിക്കും, ചെറിയ ശവപ്പെട്ടി പോലെ ഉണ്ടാക്കിയിട്ട് ആയിരിക്കും കുഴിച്ചിടുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എന്തിലെ കുഴിച്ചിടും? മണ്ണിൽ കുഴിച്ചിടുക. ഇതാണ് കംപ്ലീറ്റ് ബറിയൽ. ആ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? ബറി ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഒരു ബറിയലാണ് ഫ്രാക്ഷണൽ ബറിയൽ എന്ന് പറയുന്നത്. ഈ ഫ്രാക്ഷണൽ ബറിയൽ എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ എവിടെയെങ്കിലും തൂക്കിയിടും, കെട്ടി തൂക്കിയിടും. ഡെഡ് ബോഡി എന്ത് ചെയ്യും? കെട്ടി തൂക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഹില്ലി റീജിയൻസിൽ മലയുടെ മുകളിലൊക്കെ പോയിട്ടായിരിക്കും കെട്ടിയിടുക. അപ്പോൾ ഈ പക്ഷികളും വൾച്ചറൊക്കെ ഇല്ലേ, പക്ഷികളും മൃഗങ്ങളൊക്കെ വന്നിട്ട് അത് കൊത്തി തിന്നും. ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യും? ഒരു കുടത്തിലോ കലത്തിലോ ആക്കിയിട്ട് മണ്ണിൽ കുഴിച്ചിടും. ഇതാണ് ഫ്രാക്ഷണൽ ബറിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, കെട്ടി തൂക്കിയിടുന്നു, ആനിമൽസോ ബേർഡ്സോ വന്നിട്ട് കഴിക്കുന്നു, ബാക്കിയുള്ള റിമെയിൻസ് കുഴിച്ചിടുന്നു. പോസ്റ്റ് ക്രിമേഷൻ എന്ന് വെച്ചാൽ ഇന്നത്തെ ഹിന്ദുസ് ഫോളോ ചെയ്യുന്ന കസ്റ്റംസ് ആണ്. എന്ന് വെച്ചാൽ കത്തിക്കുക, ഓക്കെ, ക്രിമേറ്റ് ചെയ്യുക, കത്തിക്കുക, അവശിഷ്ടങ്ങൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുടത്തിലോ കലത്തിലോ ആക്കി കുഴിച്ചിടുന്നു. ഓക്കെ, ഈ 3 സിസ്റ്റംസും IBCയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. പലതും പല സ്ഥലങ്ങളിലാണെന്ന് മാത്രം. ഇനി ഈ 3 സിസ്റ്റവും ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. അത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊഹൻജദാരോയിലാണ്. ഓക്കെ, മൊഹൻജദാരോ. പ്രധാനപ്പെട്ടും ഈ 3 സിസ്റ്റംസും കാണാൻ സാധിക്കുന്ന ഏറ്റവും മേജർ സിറ്റീസ് മൊഹൻജദാരോ. ഇതുപോലെ ഹാരപ്പയിലും കാലിബംഗലിലും ലോത്താലിലും റൂപ്പാർ അഥവാ റോപ്പാർ സ്ഥലങ്ങളിലെല്ലാം പല ടൈപ്പ് ഓഫ് സെമിത്തേരിയൽസ് നമുക്ക് കിട്ടും. ഈ സെമിത്തേരിയയിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു എവിഡൻസ് കിട്ടുന്നത് കേട്ടോ. അത് പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. കംപ്ലീറ്റ് ബറിയൽ ആൻഡ് പോസ്റ്റ് ക്രിമേഷൻ ബറിയൽ, ഇത് രണ്ടുമായിരുന്നു മൊഹൻജദാരോ ഏറ്റവും പോപ്പുലർ. പക്ഷെ എന്തും ഉപയോഗിച്ചിട്ടുണ്ട്? ഫ്രാക്ഷണൽ ബറിയലും ഉണ്ടായിരുന്നു. 3 സിസ്റ്റംസും നമുക്ക് മൊഹൻജദാരോ കാണാൻ പറ്റും. ദ മോസ്റ്റ് പോപ്പുലർ വൺ വാസ് പോസ്റ്റ് ക്രിമേഷൻ ആൻഡ് കംപ്ലീറ്റ് ബറിയൽ. ഈ കംപ്ലീറ്റ് ബറിയലിന്റെ തന്നെ ഒരു ടൈപ്പാണ് കോഫിൻ ബറിയൽസ്. ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് ബറിയലിൽ തന്നെ പല രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ ഡെഡ് ബോഡി കുഴിച്ചിടാം, അല്ലെങ്കിൽ ഒരു ശവപ്പെട്ടിയിൽ ആക്കിയിട്ട് കുഴിച്ചിടാം. അതിനാണല്ലോ കോഫിൻ ബറിയൽ എന്ന് പറയാം. കോഫിൻ ബറിയൽ ഇസ് എ കൈൻഡ് ഓഫ് കംപ്ലീറ്റ് ബറിയൽ. കോഫിൻ ബറിയൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റാണ് ഹാരപ്പ. ഹാരപ്പയിലാണ് നമുക്ക് ഈ കോഫിൻ ബറിയൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയും. പിന്നെ പോട്ട് ബറിയൽ. പോട്ട് ബറിയൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതായത് ഇപ്പം ഈ ഫ്രാക്ഷണൽ ബറിയൽ ചെയ്ത ആൾക്കാരോ പോസ്റ്റ് ക്രിമേഷൻ ചെയ്ത ആൾക്കാരെല്ലാം അവസാനം റിമെയിൻസ് എന്തിൽ തന്നെ സ്റ്റോർ ചെയ്യാറുണ്ട്, പോട്ടുകൾ സ്റ്റോർ ചെയ്തിട്ട് ബറി ചെയ്യാറുണ്ട്. ഈ പോട്ട് ബറിയൽസ് സാധാരണ കാണാറുള്ളത് ലോത്താലിലാണ്. ഏറ്റവും കൂടുതൽ പോട്ട് ബറിയൽസ് കണ്ടിട്ടുള്ളതും ലോത്താലിലാണ്. കോഫിൻ ബറിയൽ കാണാൻ കഴിയുന്നത് ഹാരപ്പയിലാണ്. നോട്ട് ചെയ്ത് വെക്കുക. ദർ ഇസ് നോ ക്ലിയർ എവിഡൻസ് ഫോർ ദി പ്രാക്ടീസ് ഓഫ് സതി. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സതി നടന്നതായിട്ടുള്ള എവിഡൻസുകളൊന്നും കിട്ടുന്നില്ല. ഇതെന്തുകൊണ്ട് ഈ സതി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു പശുപതി അഥവാ പ്രോട്ടോ ശിവ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ആൾക്കാർ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ശിവന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ ഒരു കഥാരൂപത്തിൽ പറയുന്ന ഒന്നാണ് ഈ സതീദേവിയുടെ കഥ അല്ലെ. ശിവന്റെയും സതീദേവിയുടെ കഥയിൽ നിന്നല്ലേ സതി എന്നൊരു പ്രാക്ടീസ് എമേർജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശിവൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും സതി വേണ്ടേ എന്നൊരു ഡൗട്ട് ഉണ്ടാവില്ലേ? അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും വീണ്ടും നമ്മൾ എടുത്ത് പറയുന്നത് കേട്ടോ. പശുപതി എന്നൊരു പറയുന്നൊരു ദൈവത്തെ പ്രാർത്ഥിച്ചിരുന്നു, എ കൈൻഡ് ഓഫ് പ്രോട്ടോ ശിവ. പക്ഷെ ഇവിടെ എന്ത് പ്രാക്ടീസ് ചെയ്തിരുന്നില്ല? സതി സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടി മനസ്സിലാക്കി വച്ചേക്കാം. ഞാനൊരു പിക്ചർ കാണിച്ചു തരാം. ഇതാണ് ഒരു കോഫിൻ ബറിയലിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഹാരപ്പയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരാളെ ഒരു കോഫിനകത്ത് അടക്കം ചെയ്തൊരു അവസ്ഥ, കംപ്ലീറ്റ് ബറിയലിന്റെ ഒരു എവിഡൻസ് ആണിത്. അപ്പൊ ഇത് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഒരു വ്യക്തി എന്തെല്ലാം സംഭവങ്ങൾ ഉപയോഗിച്ചിരുന്നു, മരിക്കുന്നതിന് മുമ്പ് പുള്ളി എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു, അത്തരം വസ്തുക്കളെല്ലാം നമുക്ക് ഈ ഒരു ബറിയൽസിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആൻസിസ്റ്ററൽ
ബിലീഫ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആൻസിസ്ട്രൽ വർഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഏറ്റവും വലിയ എവിഡൻസ് ആണത്. ഒരാൾ മരിക്കുമ്പോൾ അയാൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഇതെല്ലാം ഉൾപ്പെടെ ഫുഡ് ഗ്രെയിൻസ് ഉൾപ്പെടെ എന്ത് ചെയ്യുമായിരുന്നു, ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. അത് ആൻസിസ്ട്രൽ വർഷിപ്പിന്റെ ഏറ്റവും വലിയൊരു എവിഡൻസ് ആണെന്ന് വേണമെങ്കിൽ ഇത് പറയാം. അതുപോലെ പല രീതിയിലുള്ള ബറിയൽ സിസ്റ്റംസ്, രണ്ടുപേരെ ഒരേ ഇതിനകത്ത് ബറി ചെയ്ത രീതിയിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ബറിയൽ, കംപ്ലീറ്റ്, ഫ്രാക്ഷണൽ, പോസ്റ്റ് ക്രിമേഷൻ, 3 ടൈപ്പ് ഓഫ് ബറിയൽസ് ആണ് നമുക്ക് IVCയിൽ കാണാൻ കഴിയുക. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. IVCയുടെ രണ്ടാമത്തെ പാർട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫ്രം ദിസ് പൊളിറ്റിക്കൽ ലൈഫ് ഓൺവേർഡ്സ്. പൊളിറ്റിക്കൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, എക്കണോമിക് ലൈഫ്, റിലീജിയസ് ലൈഫ്, ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, സീലുകളെ കുറിച്ച് പറഞ്ഞു, ബറിയൽ സിസ്റ്റംസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.